ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ടി ജെട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന് നോക്കുമ്പോൾ എന്താ ഭയങ്കര റഫാണ്. ഒരു രക്ഷയില്ല, അത്ര റഫാണ്. അതിൻ്റെ ഇടയ്ക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മീനിന് വേണ്ടി ട്രൈ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഭാഗ്യം, അടിപൊളി മീൻ, ഉഗ്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഡോൾഫിൻ ഫിഷ് എന്നാണ് പറയുന്നത്. കളർ ചേഞ്ചിങ് ഫിഷാണ്. ഇപ്പം ഞങ്ങൾ പിടിച്ചപ്പോൾ ഇത് മഞ്ഞ കളറായിരുന്നു, അടിപൊളി കളറായിരുന്നു. ഇങ്ങനത്തെ മീൻ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. സാധാരണ ഇവിടെ നിൽക്കുമ്പോൾ റീ ഫിഷ്, മാനിയമാസ്, അതേപോലെ തന്നെ പിന്നെ ചൂര മീനെല്ലാം കിട്ടും. പക്ഷേ ഇങ്ങനത്തെ മീൻ ആദ്യമായിട്ടും കിട്ടും. പിടിച്ച സമയത്ത് ഇതിൻ്റെ കളറ് യെല്ലോയിഷ് കളറായിരുന്നു, നല്ല മഞ്ഞ കളറായിരുന്നു. അപ്പോൾ അതിൽ ഹുക്കുണ്ടായിരുന്നു, ഹുക്കൊക്കെ മാറ്റി അതിനെ വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യണോ അതോ വീണ്ടും പിടിക്കാൻ പോകണം, മീൻ പിടിക്കണമെന്ന് പറഞ്ഞതാ അത് തീരുമാനിച്ചിരിക്കുമ്പോൾ ശരി എന്തായാലും കൊണ്ട് നേരാക്കാമെന്ന് പറഞ്ഞ് മീൻ എടുത്തിട്ട് പോവാണ് നേരാക്കാൻ വേണ്ടിയിട്ട്. ഇത് നേരാക്കുന്നത് വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല, വീഡിയോ കണ്ടിട്ടില്ല. ഇതപ്പം നോക്കൂ, ഇപ്പോൾ അത് ചാര നിറത്തിലായി. ഇതിന് മുന്നേ വന്നിട്ട് നീല കളറായിരുന്നു, മഞ്ഞ കളറായിരുന്നു, പിന്നെ അത് നീല കളറായി, പിന്നെ അത് സാധാരണ മീനിൻ്റെ കളറായി. അദ്ദേഹം മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീനിൻ്റെ മാംസം എന്ന് പറയുന്നത് വളരെ രുചികരമായതെന്നാണ് പറയുന്നത്, വളരെ ടേസ്റ്റായത്, ടേസ്റ്റ് എന്നാണ് പറയുന്നത്. വറക്കാനും തന്നെ കറി വയ്ക്കാനും തന്നെ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തല വെട്ടി മാറ്റിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവർ തന്നെ എടുത്തു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. കറി വെച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര റഫാണ് കേട്ടോ. വെള്ളം അങ്ങനെ മുകളിലേക്ക് അടിച്ച് സ്പ്ലാഷ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം അടിച്ച് തെറിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തല മുറിച്ച് മാറ്റി ഇനി സൈഡൊക്കെ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡിലെ ആ മുൾഭാഗങ്ങൾ അവർ പറയുന്നത് ആ സൈഡിലുള്ള മുള്ള് മാത്രമേ ഉള്ളൂ. പിന്നെ നടുവിലുള്ള ആ വലിയൊരു മുള്ള് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തോല് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. വെള്ളം അടിച്ചു കണ്ടോ, അത്ര റഫാണ് കടലന്ന്. സാധാരണ അങ്ങനെ ഇത്ര റഫ്നെസ് നമുക്ക് തോന്നാറില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് പോയ സമയത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ആയിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് മീൻ പിടിച്ചിട്ട് അതിൻ്റെ അടുത്ത് മാറ്റുകയാണ്. അതങ്ങനെ കടലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം കടലിൽ വേറെ മീനുകളൊക്കെ അത് ഭക്ഷിച്ചോളും. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ കുടൽ, അതിൻ്റെ ഇൻറ്റസ്റ്റൈനൊക്കെ ഉണ്ട്, ചെറിയ കുടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വൃത്തിയാക്കുക, അല്ലെങ്കിൽ കളയും അത്. കാരണം മുട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഇത് ജസ്റ്റ് വേസ്റ്റൊക്കെ ആയിരിക്കും, അത് മാക്സിമം ഉപയോഗിക്കാറില്ല, കളയുന്ന. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മറ്റേ കൂടെ ഇരുന്ന ഫ്രണ്ടിന് മീൻ കിട്ടിയിട്ടുണ്ട്, ട്യൂണ ഫിഷാണ് കിട്ടിയിരിക്കുക. അത് നേരേക്ക് കൊണ്ടിരിക്കുക. അതിൻ്റെ കുടൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിലെന്തോ കുറച്ച് നല്ല അത് മുട്ടയെ തോന്നുന്നുണ്ട്, അത് മുട്ട മാറ്റി വെച്ചു. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിലുള്ള വേറെ കുടലുകളൊക്കെയാണ്. പക്ഷേ ഇവരുടെ ഭക്ഷണ രീതി ഒന്ന് കുറച്ച് വ്യത്യാസമാണ്. നമ്മളെപ്പോലെ ഫ്രൈ ചെയ്ത് കറി വെച്ചിട്ടല്ലാതെ ഇവർ ഈ മീനിനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം നല്ല ആ പ്രോട്ടീൻ മൊത്തം വെള്ളത്തിൽ മിക്സാവും. മീനിൻ്റെ പ്രോട്ടീൻ, ആ എണ്ണ, നെയ്യൊക്കെ ആ വെള്ളത്തിൽ മിക്സായിട്ട് ആ വെള്ളത്തിൽ ഇവർ ചോറ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴിക്കുക. ആ വെള്ളത്തിൽ കഴിക്കുന്ന സമയത്ത് അവർ നാരങ്ങ പിഴിഞ്ഞിട്ട് പച്ചമുളക്, വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അത് തോല് എടുത്ത് മാറ്റാമെന്നാണ് പറയുന്നത്. തോല് ഉരിച്ചെടുക്കാൻ കുറച്ച് കഷ്ടമുണ്ട് അത്, കാരണം ഫ്രഷ് മീനായതുകൊണ്ട് നല്ല ചൂടോടുള്ള മാംസമല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഈ തോല് വലിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതാണ്. അദ്ദേഹം നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ആളെ എക്സ്പേർട്ടാണ് കേട്ടോ മീൻ പിടിക്കാനും. അതേപോലെ തന്നെ ഈ മീൻ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് ആൾ. ഈ ഐലൻഡിലല്ല, വേറെ എവിടെയാണ് ജോലി. ഈ ലീവ് ദിവസങ്ങൾ ജസ്റ്റ് ഐലൻഡിലേക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകാറുള്ളത്. വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല മീനുകളൊക്കെ പിടിക്കാറുണ്ട്. അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു. ആ തോല് അങ്ങനെ അപ്പോൾ തന്നെ കടലിലേക്ക് ഇടും. കടലിൽ വേറെ മീനുകളൊക്കെ ഭക്ഷിക്കാം ഇതിന്.
വേസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം. ആ വാല് മുറിച്ച് മാറ്റിയാണ്, വാല് മുറിച്ച് മാറ്റിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. സൈഡ് കട്ട് ചെയ്തിട്ട് ആ ഫ്ലഷ് മാത്രമായിട്ട്, ആ മാംസം മാത്രമായിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് അത്രയും രസമായിട്ട് മനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു തുള്ളി മാംസം ആ മുള്ളിൽ, ആ ബോണിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. അത്രയും നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ആ കത്തിയും നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കത്തി വേണം കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് 2 സൈഡും കട്ട് ചെയ്തു. ഇത് അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ആ മാംസം മാത്രമാണ് വരുന്നത്. മാംസം മാത്രം, ആ മുള്ള അതേപോലത്തെ ഉണ്ട്. ഭയങ്കര ഹാർഡാണ് അത് വലിച്ചെടുക്കാൻ, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ജെട്ടീൻ്റെ അടുത്ത് തന്നെയാണ് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഹോസും ഉണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങനെ ക്ലീൻ ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ പോയി ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം കട്ട് ചെയ്തു. ഇനിയിപ്പോൾ 2-3 പീസാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പീസാക്കി അത് പറയുന്നുണ്ട്, അവിടെ ഒരു കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പീസാക്കി, അങ്ങനെ 3 പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കായിരിക്കും, കാരണം ഇവർ ഒന്നിച്ചാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും പിടിച്ചിട്ട് ഷെയർ ചെയ്ത് കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് മീൻ തരാറുണ്ട്. നല്ല ഫിഷ് കളക്ഷനൊക്കെ ഉള്ള ദിവസങ്ങളിൽ കൂടുതൽ മീൻ കിട്ടുകയാണെങ്കിൽ, ഇല്ലെങ്കിലും മിക്കവാറും തരും, മീനൊക്കെ നമുക്ക് തരാറുണ്ട്. ഈ മീൻ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഡോൾഫിൻ ഫിഷാണിത്, കളർ ചേഞ്ചിങ് മീനാണിത്. ഡോൾഫിൻ ഫിഷ് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷേ എന്തായാലും നോക്കാം. നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനെന്നാണ് പറയുന്നത്. അതിൻ്റെ തലഭാഗമല്ല, വയറിൻ്റെ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. വയറിൻ്റെ ഭാഗം വൃത്തിയാക്കിയത്, അത് വൃത്തിയാക്കി അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. കാരണം അധികം വേസ്റ്റ് ഇല്ലാതെ തന്നെ വേറെ നമ്മുടെ ആർക്കാണ് കൊടുത്തത് തോന്നുന്നുണ്ട്, ലോക്കൽസിനെ തോന്നുന്നുണ്ട്. തലഭാഗം അവർ ചോദിച്ച സമയത്ത് അത് കൊടുത്തിട്ടുണ്ട്, തലഭാഗം കൊടുത്തു. അങ്ങനെ എനിക്കൊരു പീസ് കിട്ടിയിട്ടോ. ഇത് എനിക്ക് തന്ന പീസാണിത്, എനിക്കൊരു പീസ് തന്നത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയാണത്. അങ്ങനെ അപ്പോൾ എനിക്കൊരു പീസ് കിട്ടി. എന്തായാലും ഇന്നത്തെ മീൻപിടുത്തം ഭയങ്കര രസമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമുക്ക് കാണാൻ പറ്റാത്തൊരു മീനിനെ, ഇതുവരെ കാണാത്തൊരു മീനിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ നല്ല രുചികരമാണോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ക്ലീനിങ് ചെയ്യുന്നത് അതും നമുക്ക് എന്താ പറയുക, കാണാത്ത കാഴ്ചയാണിത്. നമ്മൾ ചൂരമീൻ ക്ലീൻ ചെയ്യുന്നത്, റീഫിഷ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മീൻ ഡോൾഫിൻ ഫിഷ് ക്ലീൻ ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അത് വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റിസ്കി ആയിട്ട് തന്നെ ആൾ ചെയ്യുന്നത്. കാരണം ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ തോല് പൊളിച്ചതിന് ശേഷം വൃത്തിയാക്കാൻ, പീസാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നടുവിലുള്ള ഒറ്റൊരു ബോണ്, ആ എല്ല് മാത്രമേ ഉള്ളൂ, മെയിനായിട്ടുള്ള എല്ല് മാത്രം. ആ എല്ലിന്ന് ആ ഫ്ലഷ് നല്ല രീതിയിൽ മനോഹരമായിട്ട് ഒരു തുള്ളി ഫ്ലഷ് മിസ്സാവാതെ നല്ല പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. അതുവരെ എത്തു. ഇനി 2 സൈഡ് ഇങ്ങനെ കത്തി കൊണ്ട് വരയ്ക്കുകയാണ്. വരച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫിഷ് എന്ത് ചെയ്യുന്നത്, അവർ ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. ക്ലീനിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങും ഫിഷിങ്ങും എല്ലാം. ഇവിടെ മാൽദീവിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇതിനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്. കാരണം ഇവർ ജനിച്ച് വളരുമ്പോൾ തന്നെ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്ന എല്ലാം ഈ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. മീൻപിടുത്തം, അത് പിന്നെ ബോട്ട്, പിന്നെ അതേപോലെ തന്നെ ജോലി ആണെങ്കിലും തന്നെ റിസോർട്ടിൽ മിക്കവാറും എല്ലാവർക്കും ജോലി ഉണ്ടാവും. റിസോർട്ടിൽ തന്നെ ബോട്ട് ക്യാപ്റ്റൻ, അതേപോലെ തന്നെ ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ്, പിന്നെ ഫിഷിങ്, ഡൈവിങ്, സ്നോക്കലിങ്, അങ്ങനെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നീന്താൻ അറിയാത്തവർക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാനും, അതേപോലെ സ്നോക്കലിങ്, ഡൈവിങ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഇവരാണ്. അപ്പോൾ ഇവർ ഈ ഫുള്ള് കടലിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം.
ഫിഷിങ്ങും അതേപോലെ തന്നെ ഫിഷ് ക്ലീനിങ്, പിന്നെ കുക്കിങ്. മെയിനായിട്ട് ഇവർ ചെയ്യുന്ന ബാർബിക്യൂ ആണ് കേട്ടോ. മീൻ മസാലയൊക്കെ തേച്ചിട്ട് ചുട്ടെടുക്കുക ചെയ്യുക, കനലിൽ ചുട്ടെടുക്കുക ചെയ്യുക, എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ അങ്ങനെ. പിന്നെ ഇവരുടെ ഭക്ഷണവും അതേപോലെ തന്നെ അധികം ഓയിലി ആയിട്ടുള്ള ഭക്ഷണമൊന്നും അല്ല, വേവിച്ചെടുക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ മുള്ളാണുള്ളത്. മുള്ള ആർക്കെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുള്ള ആവശ്യക്കാരുണ്ട്, ലോക്കൽസ് ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള സൂപ്പ് പോലത്തുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ഫൈനൽ ഇതാണ്, അതിലുള്ള ആ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യലും അതേപോലെ ഒന്ന് പീസാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഉള്ളിൽ തന്നെ മുള്ള് ഒരു സിംഗിൾ മുള്ള് പോലും നമുക്ക് കാണാൻ കഴിയില്ല ഇതിൽ. അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ മനോഹരമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പീസാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ള പ്ലാനാണ്. കാരണം അങ്ങനെ അതിൻ്റെ വെള്ളം അവിടെ തന്നെ അവർ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ബക്കറ്റിലിട്ട് വൃത്തിയാക്കി എല്ലാം പോവുകയാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ മീൻ കട്ട് ചെയ്തിട്ട് എല്ലാം അവിടെ ഇട്ടിട്ട് പോകുന്ന ശീലമല്ല. എല്ലാം കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ആ തറ ഒക്കെ ഇവർ ഈ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ ഈ ഐലൻഡ് ആയതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് പരിസര പ്രദേശങ്ങളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിയാറായി. എല്ലാം വൃത്തിയാക്കി അദ്ദേഹം എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. ഇനി ആ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആ പ്രദേശ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. താങ്ക് യു.